എൻ്റെ പേര് സിന്ധു. ഞാനൊരു അക്രൈസ്തവയാണ്. ഞാൻ 2022 മെയ് മാസം 15-ാം തീയതി അമ്മ മാതാവിൻ്റെ മുൻപിൽ വരികയും ഉടമ്പടി എടുക്കുകയും എൻ്റെ 6 നിയോഗങ്ങൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. അമ്മ അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നതായി, എൻ്റെ ജീവിതത്തിൽ ഉടനടിയോളം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവ്, ഞാൻ ആദ്യം ഒന്നാമതായി എഴുതിയ ഒരു നിയോഗം, അന്ന് എനിക്ക് സമാധാനം എന്നുള്ള ഒന്നില്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ. അമ്മ മാതാവേ, എനിക്ക് സമാധാനത്തോടെ എൻ്റെ കുടുംബത്തിൽ ജീവിക്കുവാൻ അമ്മ എന്നെ അനുവദിക്കണമെന്ന്. സമാധാനം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിന് അർത്ഥമുള്ളൂ. സമാധാനമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അമ്മ അതെനിക്ക് തരണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എന്നെ ഓരോ നിമിഷവും കരുതുന്നു. അമ്മ എന്നെ ആ സമാധാനം എൻ്റെ മകന് ആദ്യമേ ഞാൻ പറയുന്നു, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയുടെ ആലയത്തിൽ വരികയും 2019 ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ്റെ വിവാഹം നടക്കാനായി. അമ്മേ, ഞാനിതാ 2019 ജപമാല റാലിയിൽ പങ്കെടുക്കുന്നു. 2020 ജപമാല റാലിക്ക് മുമ്പേ എൻ്റെ മകൻ്റെ വിവാഹം അമ്മ എന്ന് നടത്തിത്തരണമെന്ന് അപേക്ഷിച്ച് പോയി. അമ്മ മാതാവ് അന്ന് മുതൽ പ്രാർത്ഥിക്കുകയും ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എണീറ്റ് ദേവാലയത്തിൽ ചെന്ന് കുർബാന കാണുവാൻ പോകും. ഞാൻ അക്രൈസ്തയാണെങ്കിലും ഞാൻ അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു. അമ്മ മാതാവിനെ അറിഞ്ഞ ശേഷം എനിക്ക് അമ്പലമല്ല, ഞാൻ പള്ളിയിൽ ചെന്ന് എന്നും കുർബാന കാണും. ഞാൻ കുർബാന സ്വീകരിക്കില്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം പോലും മുടങ്ങുന്നതിൽ ഇഷ്ടമില്ല. എനിക്ക് ഒരു ദിവസം ഈശോയെ കണ്ടില്ലെങ്കിൽ അന്നെന്തോ വല്ലാത്ത ഒരു ഭാരം പോലെ. അങ്ങനെ അമ്മ മാതാവ് 2020 കൊറോണ വരികയും ജപമാല റാലി നടക്കാതാകുകയും 24-ാം തീയതി ജപമാല റാലി വഹിച്ചിരുന്നു. അന്ന് നടന്നില്ല. എന്നാൽ ഒക്ടോബർ 17-ാം തീയതി എൻ്റെ മകൻ്റെ വിവാഹം അമ്മ നടത്തി തന്നു. അതിന് അമ്മയ്ക്ക് 1000 കോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് 2021 ഞാൻ എൻ്റെ മരുമകളെയും കൊണ്ട് ഇവിടെ വന്നു. അപ്പോഴും അമ്മ എനിക്ക് കയറി അമ്മയെ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല. അന്ന് രാവിലെ പള്ളി അടച്ചു, അന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2022 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മരുമകളെയും കൊണ്ടുവന്ന് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അമ്മയെ അർപ്പിച്ചു. എന്നാൽ എൻ്റെ മരുമകൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഒന്നും വേണ്ട, അവൾ പെട്ടെന്ന് മുൻകോപം വരും അവൾക്ക്. അമ്മേ, അത് അമ്മ മാതാവിന് ഞാൻ സമർപ്പിച്ചു. അവളുടെ ആ മുൻകോപം മാറ്റി കൊടുക്കണം. ഏതോ ഒരു ശക്തി അവളിലുള്ളതുപോലെ തോന്നും ദേഷ്യം വരുമ്പം. അത് അവളിൽ നിന്ന് മാറ്റിയെടുക്കണേ, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് അവളെ കഴുകണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഇന്നവൾ സ്വന്തം അമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷകരമായ സമാധാനം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതൊന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, എൻ്റെ മകന്, അവൻ കപ്പലിലാണ് ജോലി. പെട്ടെന്നൊരു ദിവസം അവന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും എന്തോ ശരിക്കും ഒരുപാട് വെയിറ്റുള്ള ഒരു ഭാരം അവൻ്റെ മുകളിലേക്ക് വീഴാൻ പോയപ്പോൾ അവൻ കുറച്ചൊന്ന് മാറിക്കൊടുത്തു. അവൻ്റെ പുറത്ത് വീഴാതെ അവൻ്റെ കാലിൽ വീണു. കാലിൽ കുറേ പൊട്ടലുണ്ടായിരുന്നു, കണ്ണിൻ്റെ ഭാഗം. അമ്മ ആ മകനെയും കൊണ്ട് ഞാനിവിടെ വരികയും അമ്മയുടെ തൈലമെല്ലാം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ നീരെല്ലാം മാറിപ്പോയി. വേറെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു അപകടം ഉണ്ടായി. കാലിൻ്റെ മുട്ട് വല്ലാത്തൊരപകടം. കടലിലേക്ക് ഏതോ ഒരു വലിയ ഭീമായ ഒരു ഡ്രെഡ്ജിങ് കമ്പനിയാണ്, അതിൻ്റെ ഒരു പൈപ്പിൽ തട്ടി അവൻ വെള്ളത്തിൽ വീഴുകയും അവൻ്റെ മുട്ടിൽ ശരിക്കും ഒരു ഇടി കെട്ടുകയും ചെയ്തു. പിന്നെ അവന് മുട്ട് മടക്കാനോ യാതൊന്നും ചെയ്യാനോ പറ്റാത്ത, പാൻറ്റ് പോലും ഇടാൻ പറ്റില്ല എന്ന് വിളിച്ച് പറഞ്ഞു. അവൻ നാട്ടിൽ വന്നു. ഞാൻ എണ്ണ പുരട്ടി ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മുട്ടിൻ്റെ എൽഫൻ്റ് പൊട്ടിപ്പോയി, അത് ഓപ്പറേഷൻ ചെയ്യണം, അതുകൊണ്ട് അത് ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച് എണ്ണ ഉപ്പും ചാലിച്ച് കാലിൽ മുട്ടിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഓപ്പറേഷനും കൂടാതെ തന്നെ അവൻ്റെ കാല് സുഖപ്പെടുകയും ചെയ്തു. പിന്നെ എൻ്റെ ഈ മരുമകൾക്ക് ബീഫ് കഴിക്കുമ്പോഴും മട്ടൻ കഴിക്കുമ്പോഴെല്ലാം ഭയങ്കര അലർജി ആയിരുന്നു. അത് അവൾ ആ നിയോഗം ഞാൻ വച്ചിരുന്നു. അങ്ങനെ ഒരു അലർജി അവളിൽ നിന്ന് എടുത്തു മാറ്റി ഇപ്പോൾ അവൾ എല്ലാ ആഹാരവും ഒക്കെ കഴിക്കാൻ സാധിക്കുന്നു. പിന്നെ എൻ്റെ മകൻ 14 വർഷമായി കപ്പലിൽ ജോലി ചെയ്യുന്നു. ഈ അപകടം പിടിച്ച ജോലി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, വേണ്ട മോനെ, ഈ ജോലി ഇനി നമുക്ക് വേണ്ട, ഇതിൽ നിന്ന് നമുക്ക് മാറാം. ഇപ്പോൾ വൈഫ് ജർമ്മനിയിലാണ്, അവളെ കൂടെ ചെന്ന് അവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് പെട്ടെന്ന് തന്നെ ആ ജോലിയിൽ പ്രമോഷനാവുകയും സൂപ്പർവൈസറായി. കപ്പലിലുള്ള ജോലി അവനെ കുറച്ചൊന്ന് ഭാരപ്പെട്ടത് മാറിക്കിട്ടുകയും ചെയ്തതിന് അത് അമ്മയുടെ മുമ്പിൽ നിറകോം വെച്ചതിൻ്റെ കാര്യമായി അമ്മ അതെനിക്ക് സാധിച്ചു തന്നു. അതിന് അമ്മയ്ക്ക് 1000 കോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മകന്
14 വർഷക്കാലമായി ഞങ്ങൾ ഒരു ലോൺ എടുത്തു, ഹൗസിംഗ് ലോണ്. ലക്ഷങ്ങൾ ശമ്പളം കിട്ടും, പക്ഷേ ലീവിന് വരുമ്പോൾ എല്ലാ കാശും തീരും. ലോൺ അടയ്ക്കാൻ പറ്റില്ല, ഏത് വഴിക്ക് പോകുന്നെന്ന് എനിക്ക് അറിയില്ല. അതും നിയോഗത്തിൽ വെച്ച് അമ്മേ എത്രയും പെട്ടെന്ന് ആ ഹൗസിംഗ് ലോൺ ഒന്ന് അടച്ചു തീർക്കാൻ അമ്മ സഹായിക്കണേ എന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ലോണ് ഞങ്ങളെ അറിയാതെ തന്നെ ആ ലോണ് എത്രയും പെട്ടെന്ന് തീർക്കുവാനും പ്രമാണം നമുക്ക് തിരിച്ചെടുക്കുവാനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. അമ്മയുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് വേണ്ടി ചെയ്യുന്നു. ഞാൻ എൻ്റെ ഉപ്പും തൈലവും എല്ലാം വാങ്ങി ഞാൻ ഓരോ രോഗികൾ ഇവിടെ എന്നെ വിളിച്ച് പറയുന്നവർക്കെല്ലാം കൊണ്ടുചെന്ന് അതെല്ലാം കൊടുക്കുകയും എണ്ണ പൂശി പ്രാർത്ഥിക്കുകയും അവരെ ഈ അമ്മ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും അമ്മ മാതാവിൻ്റെ സാക്ഷിയാകുവാൻ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അവരെ സമർപ്പിക്കുകയും 2-3 പേരെ ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. മാതാവ് അതൊന്നും അമ്മ ഞാൻ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ മാതാവിൻ്റെ വഴിയായി ഞാൻ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലൊക്കെ പൊതിച്ചോറ് കൊടുക്കുകയും പിന്നെ അനാഥരായ മക്കൾക്ക് തുണികൾ കൊടുക്കുകയും ആരുമില്ലാത്തവർക്ക് ഡയപ്പറെല്ലാം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഡയപ്പർ വാങ്ങിക്കൊടുക്കുകയും തുണികൾ കൊണ്ടു കൊടുക്കുകയും അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ മരുമകൾക്ക് ജർമ്മനി പോകാനായി അമ്മ മാതാവ് കൊടുത്ത കാര്യങ്ങൾ അവൾ തന്നെ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയലക്ഷ്മി. ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിനോട് ഞാൻ 100 കോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. അവിടെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ 2022 നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരെ ജർമ്മനിയിൽ കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പിൾ വിൻ എന്നുള്ളൊരു പ്രോഗ്രാം വഴി ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ ഞാൻ അപ്ലൈ ചെയ്യുകയും 13,000 പേര് ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിൽ നിന്നും 400 പേരിലായിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ എൻ്റെ പേരെനിക്ക് അവരെന്നെ സെലക്ട് ചെയ്തു. കൂടാതെ തന്നെ ആ 400 പേരിൽ നിന്നും 200 പേര് അവർ പിന്നെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിലും മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്കതിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്ത് 2022 ഇവർ പ്രോസസ്സിങ് ടൈം പറഞ്ഞിരുന്നത് 1 ഇയർ ആണ്. ഈ 1 ഇയറിനകത്ത് B1, A1, A2, B1 ഈ 3 ലെവലും പാസ്സായവരെ മാത്രമേ ഇവർ കൊണ്ടുപോകത്തുള്ളൂ. മാതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ നിയോഗം വെച്ചതിൽ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് B1 പാസ്സാവുകയും എനിക്ക് 1 വർഷത്തിനകത്ത് തന്നെ കഴിഞ്ഞ 2023 സെപ്റ്റംബർ 19 എനിക്ക് ജർമ്മനിയിൽ നല്ലൊരു ജോലി നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ കാലത്ത് 10-15 ലക്ഷം ഏജൻസിക്ക് ഫീസ് കൊടുത്ത് പോകുന്ന ഈ ഒരു ടൈമിൽ മാതാവ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും ഏജൻസിക്ക് എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അവിടെ ചെന്നിട്ട് എനിക്ക് ബാലൻസ് B2 എന്നുള്ളൊരു എക്സാം എനിക്കത് കടക്കണം. ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവേ എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള ബുദ്ധിയുമില്ല. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് ആ B2 എക്സാം എനിക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ഫസ്റ്റ് എക്സാം എഴുതി B2, അതിൽ ഞാൻ ഫെയിലായി. പക്ഷേ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് ഡെയിലി എന്നും ഞാൻ വന്ന് പ്രാർത്ഥിക്കും, മാതാവ് എനിക്ക് ഒരു എക്സാം ഫെയിലായാലും കുഴപ്പമില്ല, അടുത്ത എക്സാമിൽ മാതാവ് എന്നെ സഹായിക്കണം, അതുമില്ലെങ്കിൽ അടുത്ത എക്സാമിൽ മാതാവ് എന്നെ സഹായിക്കണം എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത് ഞാൻ പിന്നെ മാതാവിനോട് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന ഡേറ്റിനകത്ത് എനിക്ക് മാതാവ് എക്സാമിന് ഡേറ്റ് തരികയും എന്നെ എക്സാം പാസ്സാക്കണവും എന്ന് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് B2 ഞാൻ പാസ്സായി. കൂടാതെ ഞാൻ ജർമ്മനിയിൽ നല്ലൊരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ ഒരു പെർമനൻ്റ് നേഴ്സായിട്ട് എനിക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു. ഇനി അടുത്ത എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, ജർമ്മനിയിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് വന്ന്, അതായത് ജർമ്മനിയിലെ സിറ്റിസണിന് മാത്രമേ അവിടുത്തെ വീടുകൾ അവർ റെൻറ്റിന് കൊടുക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് നീ ഒരു വീട് നൽകി എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ലൈറ്റ് ക്യാൻഡിലിട്ട് ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു വീടിന് ഇൻഫർമേഷൻ ലഭിക്കുകയും ഞാൻ ആ വീട്ടിൽ ഉപ്പും
ഇവിടുന്ന് തന്ന ഉപ്പ് കൊണ്ട് മാതാവിൻ്റെ ഒരു കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി ഞാൻ വീട് ചെന്ന് കണ്ടു. ആ ഹൗസ് ഓണർ, ആ ജർമ്മനിയിലുള്ള ഹൗസ് ഓണറിന് വേറെ ഒരു സജഷനും ഇല്ലാതെ തന്നെ അവരെനിക്ക് പിറ്റേ ദിവസം തന്നെ ആ വീടിൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് എഴുതി തരികയും ചെയ്തു. കൂടാതെ തന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ മാതാവിനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒരു ദിവസം പോലും മാതാവിൻ്റെ മുമ്പിൽ ഞാൻ ജപമാല ചൊല്ലാതിരിക്കുകയോ ബൈബിൾ വായിക്കാതെയോ ഞാൻ ഒരു ദിവസം പോലും എൻ്റെ മുമ്പിൽ കടന്നു പോയിട്ടില്ല. കൂടാതെ തന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥന കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ഡ്യൂട്ടിക്ക് ഞാൻ പോയിട്ടുള്ളൂ. ആ വീട്ടിൽ എനിക്ക് കിട്ടിയ വീട്ടിൽ മാതാവ് ഉണ്ടെന്നുള്ളൊരു സഞ്ചാരി മാതാവായ മാതാവ് എൻ്റെ കൂടെ എന്നും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നും ഞാൻ ആ വീട്ടിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം ചെറുതും വലുതുമായ 100 കോടി അനുഗ്രഹം മാതാവ് എനിക്ക് സഹായിച്ചു തന്നതിൽ ഞാൻ മാതാവിനോട് ത്രികുമാരനോടും ഒത്തിരി നന്ദി പറയുന്നു.